അപ്പോൾ സാർ എനിക്കൊരു ചോദ്യം, എപ്പോഴും സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിമർശനം എങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു സാറിനൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അങ്ങനത്തെ കമന്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? സാർ മുന്നേ ചെയ്ത സിനിമകളെ വെച്ചിട്ട് അത് ആ സിനിമയുടെ കഥ അത് ശരിയല്ല, അത് ഇപ്പോ സ്ത്രീ വിരുദ്ധതയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്തും കൂടി അങ്ങനെ സാറ് ഒരു സൈബർ ബുള്ളിങ് നേരിട്ടു. ഇഷ്ടം പോലെ ഞാൻ ഇത് തെറി കേട്ട് നല്ല തൊലിക്കട്ടിയായി ഇപ്പം. ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. ഈ നേരത്തെ പറഞ്ഞ സ്ത്രീ വേഷത്തിന് നല്ല അസല ട്രോളായിരുന്നു. നൃത്തം ചവിട്ടുമ്പോൾ മാത്രമാണ് തുളസിയുടെ ആനന്ദം. പരമമായ ആനന്ദം. അല്പസമയം കൂടി എനിക്ക് തരണം. സാവിത്രിയമ്മായും മോനും എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. TK പാവ, ആരും ഒന്നും ചെയ്യില്ല. ആള് പഞ്ചപാവ. പിന്നെ ഇപ്പം സ്വാസിക ഉദ്ദേശിച്ചത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് മുൻപൊരു ആർട്ടിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് കൊണ്ടുവന്നത്. സാർ നമുക്കൊരു ശ്വേതാജിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മുടെ ഈ ഷോവിന്റെ മുമ്പ് റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞൊരു ഷോ വന്നിരുന്നു. അവിടെ സാറിന്റെ സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ആ ആർട്ടിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമാണ്, അതൊന്നും നമുക്ക് വീഡിയോ കാണാം, അപ്പൊ ശ്വേതാജിക്ക് മനസ്സിലാവുമല്ലോ. ഞങ്ങൾ സന്തുഷ്ടരാണ്. ആ സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ സിനിമ TV-യിൽ കാണുമ്പോൾ നമ്മൾ ഇരുന്നൊന്ന് കാണും. ഈ ഒരു പ്രായത്തിലാണ് അതേപോലത്തെ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആ കാലഘട്ടത്തിലെ ഒരു ക്യാരക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ അഭിനയിക്കോ ഇല്ലയോ ആലോചിക്കേണ്ടിയിരുന്നു. അതെന്താ അങ്ങനെ? ആ ക്യാരക്ടറിനോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? ആ ക്യാരക്ടറോടല്ല വിയോജിപ്പ്, ആ സിനിമയുടെ മൊത്തത്തിലെ ഒരു നറേഷനോട് കുറച്ച് വിയോജിപ്പുണ്ട്. ഇന്നത്തെ ലെൻസ് വെച്ച് അന്നത്തെ മൂവീസിനെ വിലയിരുത്തുന്നത് തെറ്റായ ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിൽ എന്ത് കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് പറയാം. ഇപ്പൊ ഗീതു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉള്ള ക്യാരക്ടറാണ്, അവൾക്ക് അവളുടെ ഫ്ലോസ് ഉണ്ട്. പക്ഷെ അതിൽ തെറ്റ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അവളെ തിരുത്താനായിട്ട് അതിലെ കഥാനായകൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളും മാർഗം ആൻഡ് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന, അവൻ ചെയ്യുന്നത് ശരിയാണ്, ഒരു പബ്ലിക് വേദിയിൽ വെച്ച് സ്വന്തം ഭാര്യയെ അപമാനിക്കുന്നത് ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ജനങ്ങൾക്ക് പറയുന്ന ആ മെസ്സേജാണ് തെറ്റ്. അല്ലാതെ ഹീറോ തെറ്റുകാരനും ഹീറോയിൻ തെറ്റുകാരി അല്ല എന്നുമല്ല. അതിലെ മെസ്സേജ്, അതിൻ്റെ എടുക്കുന്ന മെത്തേഡാണ് ശരിയല്ലാത്ത. ഇതിപ്പം ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ഒരു ഈക്വൽസ് ആയിട്ട് ഇരുന്ന് സംസാരിച്ച് എൻ്റെ എക്സ്പെക്ടേഷൻസ് ഇതാണ്, എൻ്റെ എക്സ്പെക്ടേഷൻ മാരേജിൽ നിന്ന് ഇതാണ് എക്സ്പെക്ടേഷൻസ്, ഇരുന്ന് സംസാരിക്കുവാണെങ്കിൽ ആ കഥ അങ്ങനെ പോകത്തില്ലായിരുന്നു. അതെ, എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. അന്ന് ആ കുട്ടിക്ക് അതൊരു നിധി പോലെയായിരുന്നു. ആ ആർട്ടിസ്റ്റിന് അന്ന് നിധി കിട്ടിയതുപോലെയായിരുന്നു ആ സിനിമയും അന്നത്തെ എൻ്റെ സിനിമയും. ഞാനെന്ന് പറയുന്ന സംവിധായകൻ്റെ കൂടെ അഭിനയിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം നിധി പോലെയും ആ കഥാപാത്രം നിധി പോലെയും. കഥ കേട്ടിട്ട് ആ കുട്ടി അന്നതിന് 16-17 വയസ്സേ ഉള്ളൂ. എന്നോട് ചോദിച്ചത്, സാർ എനിക്കിത് ചെയ്യാൻ പറ്റുമോ സാർ? ഇത്രയും ഹെവി ആയിട്ടങ്ങ് ഞാൻ അഭിനയിക്കുമോ സാർ? ഞാൻ പറഞ്ഞ്, നീ വില്ലിങ് ആണെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട ചുമതല എനിക്കാണ്, ഞാൻ ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞിരുന്നു. അതൊന്ന്. രണ്ടാമത് ഇപ്പോൾ പറഞ്ഞ സീക്വൻസിന് ഒരു മറുപടിയും കൂടെ വേണമല്ലോ. അതായത് ഭാര്യയും ഭർത്താവും കൂടെ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു. പൊതുവിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഈ കുട്ടിക്കൊരു ഈഗോ ഉണ്ട്. അതെന്ത് ഈഗോ എന്ന് പറഞ്ഞുതരാം. ആ കുട്ടി ആ സിനിമയിൽ DGPയുടെ മകളാണ്. ജയറാം ആ സിനിമയിൽ ഒരു കോൺസ്റ്റബിളിൻ്റെ മകനാണ്. അതാണ് ഈഗോ. ജയറാം സഹോദരിമാരോട് കാണിക്കുന്ന സ്നേഹത്തിൽ ജലസി ഭാര്യയ്ക്ക്. ഇതാണ് ആ വീട്ടിലെ അന്തരീക്ഷം. അപ്പോൾ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വയ്ക്കും, കൃത്യമായിട്ട് വരുമല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ജയറാം പറഞ്ഞു, ഞാൻ ചത്തില്ലെങ്കിൽ വരും. സാധാരണ പറയാൻ പോലെ ഞാൻ ചത്തില്ലെങ്കിൽ വരും എന്ന് പറഞ്ഞ് പോയി. ജയറാം വരാൻ ലേറ്റായി. ഈ കുട്ടി ഫോൺ എടുത്ത് സകല പത്രം ഓഫീസിലും വിളിച്ച് പറയും അയാൾ ചത്തുപോയി എന്ന്. ആര്? ഹസ്ബൻഡ് ചത്തുപോയി. IPS ഓഫീസറാണ്, കമ്മീഷണറാണ്. അവിടെ വീട് മുഴുവൻ പോലീസും പൊട്ടാളും. ഇയാൾ വരുന്ന വഴിക്ക് വേറൊരു ഇഷ്യൂവിൽ ഈ പുള്ളി എടുത്തിട്ട് ഇടിക്കുകയും ചെയ്യും. ഒരു വില്ലൻ ഗ്രൂപ്പുണ്ട്, ആ ഇടിയും കൊണ്ട് ഇയാൾ വീട്ടിലെത്തുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ജനം ഫുള്ളാണ്. കമ്മീഷണർ മരിച്ചു, DGP നിൽപ്പുണ്ട്, ഇവളുടെ അച്ഛനും നിൽപ്പുണ്ട്. അവിടെ അയാൾ വന്ന് കയറുമ്പോൾ കാണുന്ന രംഗം ഇതാണ്. ഞാൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ചത്തുപോയെന്ന് ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഈ ഹസ്ബൻഡാണെങ്കിൽ ഇടിയൊക്കെ കൊണ്ട് ഒരു വഴിയായി വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് അയാൾ 2 തല്ല് കൊടുക്കും. അച്ഛൻ്റെ അടുത്ത് പറയും, ഈ DGPയുടെ അടുത്ത് പറയും, മകളെ മര്യാദയ്ക്ക് പഠിപ്പിക്കണം. ഇതാണ് സീക്വൻസ്. ഇവിടെ ഒരു മനുഷ്യ സ്ത്രീയായി നല്ലൊരു ഭാര്യയായിട്ട് മാറ്റിയെടുക്കാൻ എനിക്ക് പലതും ചെയ്യേണ്ടി വന്നു. പലപ്പോഴും സഹിച്ചു, ക്ഷമിച്ചു. പക്ഷെ നന്നാവില്ല. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളാണെന്നുള്ള ഹുങ്ക്. ജനിച്ചു വളർന്ന മണ്ണിന്റെ മണവും മൂല്യവും സംസ്കാരവും പഠിക്കാത്ത ഇവൾക്ക് രക്തബന്ധവും വ്യക്തിബന്ധവും സ്നേഹവും സാഹോദര്യവും ഒന്നും മനസ്സിലാവില്ല സാർ. ഈ ജന്മങ്ങൾക്ക് ഒരു ഭാര്യയാവാൻ കഴിയില്ല. ഒരു കഥാകാരൻ എന്നുള്ള നിലയ്ക്ക്, എൻ്റെയാണ് കഥ, ഒരു കഥാകാരൻ എന്നുള്ള നിലയ്ക്ക് അതിലെന്ത് സ്ത്രീ വിരുദ്ധതയാണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല.
അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് ആ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് അതൊരു നിധി പോലെ ആയിരുന്നു. ഇപ്പോൾ അവർ കുറച്ചുകൂടെയൊക്കെ വലുതായി കാണുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അവർക്കതൊരു എന്താ പറയുക, ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ തോന്നാം. അതിന് ഇനിയും ഉദാഹരണങ്ങളുണ്ട്, ദയവ് ഇത് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ സിനിമ അന്ന് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. സൂപ്പർ ഹിറ്റ്. അതെ. ഇനി ഒരു പോയിന്റ് കൂടെ പറയാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ പ്രൊഡ്യൂസറും ഞാനും കൂടെയൊക്കെയാണ് കാണാൻ പോയത്. കണ്ട് വെളിയിറങ്ങിയിട്ട് അപ്പം ഞാൻ പുള്ളിയോട് കഥയൊക്കെ പറഞ്ഞ് പുള്ളി സങ്കടമൊക്കെ വന്ന് വെളിയിറങ്ങിയിട്ട് പ്രൊഡ്യൂസർ വെച്ച്, നിങ്ങൾ ഇതിനെ ഫിക്സ് ചെയ്തോ? ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ ആ കുട്ടി ഓക്കെയാണ്, നല്ല സ്മാർട്ടല്ലേ. അല്ല, പക്ഷെ അത് 1-2 കുറ്റങ്ങൾ പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും വരില്ല. ക്യാമറയിൽ 8-10 ലെൻസുണ്ട്. ഒരു ആർട്ടിസ്റ്റിനോട് സ്നേഹം തോന്നിയിട്ട് ഒരു കഥാപാത്രത്തിനോട് നമുക്ക് പ്രണയമുണ്ടെങ്കിൽ, കഥാപാത്രത്തിനോടാണ്, ആർട്ടിസ്റ്റിനോടല്ല, കഥാപാത്രത്തിനോട് പ്രണയമുണ്ടെങ്കിൽ ആ കലാകാരനെയോ കലാകാരിയോ ഏത് ലെവലിൽ വേണമെങ്കിലും ഈ ലെൻസുകൾ ഉപയോഗിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആ കുട്ടിയുടെ ക്ലോസപ്സ് മുഴുവൻ എടുത്തത് സൂം ലെൻസ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ക്ലോസപ്സ് വരുമ്പോൾ ലൈറ്റപ്പ് ചെയ്ത് അങ്ങ് തകർക്കുകയാണ് പുള്ളി. അതിൻ്റെ കൂടെ സൂമിൽ ടോട്ടലി ഈ റേഞ്ചിലാണ് ഷോട്ട്സ് മുഴുവൻ. ഡബ്ബിങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രൊഡ്യൂസർ, എൻ്റെ രാജസേന, നിങ്ങൾ അന്ന് ആ കണ്ട കുട്ടിയല്ലല്ലോ ഈ ഇരിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടിയെ വർക്കൗട്ട് ചെയ്തെടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത്, 8-10 ലെൻസ് ക്യാമറയ്ക്കകത്തുണ്ട്. ആ പല ലെൻസുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ആർട്ടിസ്റ്റിനെ എത്രത്തോളം നന്നാക്കാൻ പറ്റും അത്രത്തോളം നന്നാക്കാൻ പറ്റും. അങ്ങനെയും കൂടെ ചെയ്ത ഒരു എളിയ സംവിധായകനെയാണ് ഇങ്ങനെ പറഞ്ഞത്. എന്താണ് ശ്വേതാജി പറയാനുള്ളത്? അല്ല, ആസ് എൻ ആർട്ടിസ്റ്റ് കളിമണ്ണ് ചെയ്ത സമയത്ത് പറഞ്ഞു, ഞാൻ ഇപ്പോ തമാശക്ക് പറയാറുണ്ട്, ഇനി അടുത്ത കളിമണ്ണാവുമ്പോൾ ഞാൻ പറയാം. പിന്നെ ഞാൻ കാമസൂത്ര ആഡ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നും കാമസൂത്ര ആഡ് ചെയ്യാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞു വൈ നോട്ട്. ഞാൻ ഒരു കാര്യത്തിനും റിഗ്രറ്റ് ചെയ്യുന്ന ഒരാളല്ല. നമ്മൾ അന്ന് എന്ത് വിചാരിച്ചു, ആ ഒരു എന്താ പറയുക, ഒരു സമയത്ത് ആ പ്രോജക്റ്റിനെ നമുക്ക് എത്ര നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റി, അതിനൊരു ഡെഡിക്കേഷൻ, അതിനൊരു പാഷനായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്ത് വിചാരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അല്ലാതെ അതിന് ഉത്തരം കൊടുക്കുന്നത് തന്നെ മണ്ടത്രാണ്. അതെ. ബിക്കോസ് ഐ ലവ് വാട്ട് ഐ ഡിഡ്. എല്ലാ മിസ്റ്റേക്സ് ഐ ലവ് ഇറ്റ്. ഞാനാണ് ചെയ്തത് തെറ്റുകൾ. ഐ റിയലി ലവ് ഇറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ത്രീകളെ കൂട്ടായ്മ ചേർത്തുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒന്നും കറക്റ്റ് അല്ല. കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധതയും പുരുഷ വിരുദ്ധതയൊക്കെ എല്ലായിടത്തും ഉണ്ട്. സിനിമയില് ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ ഇസ് നോട്ട് എ ജെൻഡർ. അതില് ആണോ പെണ്ണോ അല്ല, നമ്മളൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. ക്രിയേറ്റിവിറ്റിയില് ആണോ പെണ്ണോ എന്നുള്ള വിഷയമേ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആത്മാവിഷ്കാരമാണ് സിനിമയെങ്കിൽ പാവംക്രൂരൻ എൻ്റെ 2ാമത്തെ സിനിമയാണ്. അതെൻ്റെ ആത്മാവിഷ്കാരമാണോ? അല്ല. അത് വേറെ തരം ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു തന്നെ കഥയാണ്. നമ്മളൊരു ക്രിയേറ്ററായിട്ട് ഒരു റൈറ്ററായിട്ട് ചിന്തിച്ച് നമ്മളൊരു സംഭവം, അത് നമ്മുടെ ആറ്റിറ്റ്യൂഡല്ലത്, ഒരിക്കലും അല്ല. ഞാൻ ചോദിക്കട്ടെ, നാടൻ പെണ്ണ് നാട്ടുപ്രമാണിയിൽ സംയുക്ത വർമ്മയുടെ കയ്യിൽ കിടന്ന് കളിക്കുന്നൊരു പാവയാണ് ജയറാം. ശരിക്കൊരു കളിപ്പാവാണ്. സംയുക്ത പറയുന്നിടത്ത് അയാൾ നിൽക്കും. അതിനെയൊന്നും ആരും പറയുന്നില്ല. അതിനാരും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ആ പാവം പുരുഷനായിട്ട് വേദനിപ്പിക്കുന്ന കണ്ടില്ലേ. അതുപോലെ ആദ്യത്തെ കൺമണിയിലും KPS ലളിതമ്മ ചെയ്ത ക്യാരക്ടറിന്റെ ഹസ്ബൻഡ് ചെയ്യുന്നതും പറയുന്ന പോലെ അതേ അനുസരിക്കുന്ന ഒരു ഭർത്താവാണ്, ഒന്നും വോയിസ് ഇല്ലാതെ. ലാസ്റ്റ് ആണല്ലോ വോയിസ് റേസ് ചെയ്യുന്നത്. അതും അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർക്ക് സമരം ചെയ്യാം. എന്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്ന സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ സ്റ്റാറ്റസ് എവിടെയായാലും.